എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് 3 PM സെക്ഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള സമയമായി. നമ്മൾ സിയിലൊരു ക്രോസ് ഓവർ വന്നപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ഭാഗത്ത് 235, 273 വരെ ഓൾറെഡി അത് പോയിട്ടുണ്ട്. അപ്പോൾ SMA-ലാണ് 3 മണിക്കൂർ ടച്ച് ചെയ്യാനായിട്ട് വരാനായിട്ട് പോകുന്നത്. 248ലേക്കാണ് ടച്ച് ചെയ്യാനായിട്ട് വരുന്നത്. ആ 3 മണിക്ക് 248 അല്ലെങ്കിൽ 244 സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മൂവപ്പായാൽ മാർക്കറ്റ് വീണ്ടും സിയിലേക്കായിരിക്കും പോകുന്നത്. കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു പരിധി കൂടുതൽ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇവിടെ നിന്ന് അപ്പിലേക്കുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ 295 വരെ മേ ബി വന്നേക്കാം. ഡൗണിലേക്കാണെങ്കിൽ മേജറായിട്ടുള്ള സപ്പോർട്ട് സോണ് 230 ആണ്. അതേപോലെ 5 മിനിറ്റിൽ ഒരു ചെറിയൊരു പണി നടത്തിയാൽ നല്ലതായിരിക്കും. ചെറിയൊരു റിസ്ക് നമുക്കെപ്പോഴും നല്ലതല്ലേ. അതായത് ഈ ഒരു ലൈനിനെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നിട്ട് ഒരു റീടെസ്റ്റ് അടിക്കാനായിട്ട് 203 ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ 3 ലോട്ടാണ് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതവിടെ നമുക്കൊരു 183 സ്റ്റോപ്പ് ലോസ് മനസ്സിൽ കണക്ക് കൂട്ടാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് റീടെസ്റ്റ് അടിക്കാനായിട്ട് 203 വരെയോ അല്ലെങ്കിൽ 202 വരെയോ വരുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കണം. അതാണ് നമ്മുടെ 3 മണിക്കുള്ള ഒരു വ്യൂ എന്ന് ഉദ്ദേശിച്ചിട്ട്. പെട്ടെന്ന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ സാധാരണ അങ്ങനെ ഒരു റീടെസ്റ്റിന് വേണ്ടി പോകാറുണ്ട്. അപ്പം അങ്ങനെ ഒരു RSIയുടെ ക്രോസ് ഓവറും വന്നിട്ടുണ്ട് 5 മിനിറ്റിൽ. അപ്പോൾ അത് റീടെസ്റ്റ് അടിക്കാനായിട്ട് 203ലേക്ക് പോവുകയാണെങ്കിൽ അതങ്ങ് 3 മണിക്ക് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 183 അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അത് നേരെ പോയി 203 ടച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മുട്ടട്ടെ. അതും കഴിഞ്ഞ് ബ്രേക്ക് ചെയ്താൽ 213 പോകണമെങ്കിൽ അങ്ങനെയും പൊക്കോട്ടെ. നമുക്കതിൽ പരാതിയോ പരിഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസൊക്കെ അടിച്ചെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ പൊസിഷനിൽ സംഭവിക്കാനൊന്നും പോകുന്നില്ല. അത് ഒരു റിസ്ക്, ഇടയ്ക്കൊക്കെ നമ്മളൊരു റിസ്ക് എടുക്കേണ്ടതാണ്. ഇങ്ങനെ സാധാരണ പൊതുവേ ഒരു റിവേഴ്സൽ അങ്ങനെ പൊതുവേ വരാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്തിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്കറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും 182-ൽ നമുക്ക് സ്വാഭാവികമായിട്ടും അത് എക്സിറ്റ് ചെയ്യാം. 182-ൽ സ്റ്റോപ്പ് ലോസ് ഇടുന്നത് കുറച്ച് ദിവസമായിട്ട് ഒരു ഇത്തിരി പ്രശ്നമാണ്. സ്റ്റോപ്പ് ലോസ് അങ്ങനെ അടിക്കാറില്ല. ക്യാൻഡിൽ 184. ഇന്നലെ ഇങ്ങനെ സെയിം ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായി. മാർക്കറ്റ് താഴത്തോട്ട് പോയിട്ട് തിരിച്ച് മുകളിൽ പോയി ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ തിരിച്ച് മുകളിലോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. മാർക്കറ്റ് സിയിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 272-ൻ്റെ മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് 271 ബ്രേക്ക് ചെയ്താൽ മാത്രമേ CE
295 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. പിന്നെ കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ട് ഒരു പരിധി കൂടുതലൊന്നും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിൽ കാണുന്നില്ല. 180 ഒന്നെങ്കിൽ 180-ൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി അത് 173-ന് താഴത്തോട്ട് പോയാൽ മാത്രമേ പി എന്തായാലും എക്സിറ്റ് ആവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ സ്റ്റോപ്പ് ലോസ് താഴെ 3 എണ്ണത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. 73, 83, 92. അതാണ് നമ്മുടെ നിലവിൽ നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. ഇന്നലെ വൈകിട്ട് ഇതേപോലെ ഒരു എൻട്രി ആണ് ഒറ്റയടിക്ക് അങ്ങ് തീരുമാനിച്ചെടുത്തത്. ഇന്നും അതേപോലെ ഒരു എൻട്രി ഒറ്റയടിക്ക് തീരുമാനിച്ചെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. വേറെ അവിടെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. പൊതുവെ അങ്ങനത്തെ ഒരു സിനാരിയോ ഞാനീ പറഞ്ഞ രീതിയിലുള്ള ഒരു സിനാരിയോ വരാറുണ്ട്. അത് വരുവാണെങ്കിൽ മാർക്കറ്റ് 212 ഇട്ട് പോകും. ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് 180-ന് താഴത്തോട്ട് ഫാൾ ആവണം. അതേപോലെ CE 271-ന് മുകളിലോട്ട് മൂവ് കിട്ടിയാൽ മാത്രമേ CE കണ്ടിന്യൂ ചെയ്ത് 295-ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് വിൻഡോ നമ്മുടെ കൺസോൾട്ടേഷൻ സോണ് തൊട്ട് താഴെയാണ് കൺസോൾട്ടേഷൻ സോണ്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ തിരിച്ച് താഴത്തോട്ട് വരുവാണെങ്കിൽ ഈ കൺസോൾട്ടേഷൻ സോണിൽ തന്നെ ആയിരിക്കും മാർക്കറ്റ് നിൽക്കാനായിട്ടുള്ള ചാൻസസ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം, ഒരു പരിധി കൂടുതലൊന്നും മാർക്കറ്റ് പോകാനില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ അങ്ങനെ അത് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 2:59 ആയിട്ടുണ്ട്. $180-ൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം. അതോടൊപ്പം CE 271-ൻ്റെ മുകളിലോട്ട് മൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് CE 295 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതാണ്ടൊക്കെ അടിക്കാനായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് നിൽക്കുകയാണ്. അടിച്ചിട്ടില്ല. 3 മണിക്ക് ചെറിയൊരു വലിവ്. ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു സ്റ്റോപ്പ് ലോസ് താഴത്തോട്ട് അടിച്ചിട്ടാണ് മാർക്കറ്റ് 3 മണിക്ക് തിരിച്ച് കയറിപ്പോയത്. അതേ ഒരു സിറ്റുവേഷനാണ് ഇന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഡൗണിലേക്ക് വരത്തുള്ളൂ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റൊക്കെ ഏതാണ്ടൊക്കെ ഒരേപോലെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ SMA ടച്ച് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഏതാ ഇൻഡെക്സിൽ അപ്പോൾ ഇവിടെ SMA ടച്ച് ചെയ്തു കേട്ടോ. അതായത് സിയിൽ SMA വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ടച്ചിങ് താഴത്തോട്ട് വന്ന ബ്ലൂ ലൈനും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരേണ്ടതാണ് സിസ്റ്റമാറ്റിക്കലി. ഇപ്പം ഇനി 180 ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നാൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് പൊക്കോട്ടെ. ഒന്നെങ്കിൽ 173 സ്റ്റോപ്പ് ലോസ് അടിക്കുക. കാരണം ഇവിടെ SMA ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ SMA ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ് നിന്നത്. ആ സപ്പോർട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് 230 ഭാഗത്തേക്ക് പോരും. PE 202 ഭാഗത്തേക്കോ SMAയിലേക്കോ പോകണം.
അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് വേറെ ഡിസിഷനൊന്നുമില്ല. ഒന്നെങ്കിൽ സാധാരണ നമ്മൾ ഒരു ലോട്ട് ചെയ്യുക, താഴത്ത് വന്നിട്ട് ആവറേജ് ചെയ്തിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ പ്രോഫിറ്റ് ആയേനെ. നമ്മൾ ഡയറക്റ്റ് 3 എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് 180 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് 202 ടച്ച് ചെയ്യുക. 202 ബ്രേക്ക് ചെയ്താൽ ഞാൻ 202 ഇറങ്ങിക്കഴിഞ്ഞാൽ അത് 210 പോവും. ഈ 2 തീരുമാനമാണ് ഈ ഒരു ട്രേഡിൽ 3.5 വരെ ഉള്ളതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും 2 കൈ നീട്ടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ നമ്മൾ 3 മണിക്കത്തെ മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചു. മാർക്കറ്റ് 202 ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പ്രതീക്ഷിച്ച ലെവൽ എന്ന് പറഞ്ഞാൽ 202.50 ആണ്. നിലവിൽ 200 വരെ വന്നിട്ടുള്ളൂ. ശരിക്കും അത് 202 വരെ വരേണ്ടതാണ്. എന്തായാലും ഇതിൻ്റെ കാര്യത്തിൽ വേറെ ഇനി നമുക്ക് തീരുമാനമൊന്നുമില്ല. ഒന്നെങ്കിൽ 202, ഇല്ലെങ്കിൽ 208. കാരണം ആ ക്യാൻഡിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യണത്. സെക്കൻഡ് തിങ്, ഇവിടെ ഒരു പർപ്പിൾ ലൈനിൽ ചെറിയൊരു സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ നിന്നൊന്ന് ലോ വരണം. എന്നാൽ മാത്രമാണ് കുറച്ചും കൂടെ ഒന്ന് ലോവിലേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്യാൻ പോണ പരിപാടി 2 എണ്ണം കൊടുക്കുക, 2 എണ്ണം സെല്ല് ചെയ്യുക. ബാക്കി ഒരെണ്ണത്തിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് തൊട്ട് താഴെ വെച്ചിട്ട് ലോക്ക് ചെയ്യാം. താഴത്തെ സ്റ്റോപ്പ് ലോസ് എടുത്ത് കളയാം. മതിന്ന് എത്രയും മതി, കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല. ആ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 208 ഇറങ്ങാമല്ലോ. ഓർഡർ എക്സിക്യൂട്ട്. ഓക്കെ, കിട്ടണേ കിട്ടട്ടെ, ഇല്ലെങ്കിൽ താഴത്ത് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചോട്ടെ. നമുക്ക് അതിനകത്ത് യാതൊരുവിധ പരാതിയോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. വേണേൽ കുറച്ചുകൂടെ ഒന്ന് കയറ്റി വെക്കാം. കാരണം അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കാരണമാണ് ഒരു ഡൗണ് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഒന്നെങ്കിൽ 202 ബ്രേക്ക് ചെയ്ത് 208 പോകണം, അല്ലെങ്കിൽ നമ്മൾ കയറ്റി വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് 194 ഹിറ്റ് ചെയ്യണം. കാരണം നമ്മൾ എന്തായാലും ലോവിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കണ്ടോ, അത് ട്രെയിൽ ചെയ്ത് വെച്ചത് വന്ന് അടിച്ചു. അപ്പോൾ നമ്മൾ ആ ക്യാൻഡിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ 2 ലോട്ട് എക്സിറ്റ് ആയതിൻ്റെ റീസൺ. ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ചിലപ്പോൾ പറന്ന് SMA മേ ബി പോയേക്കാം. ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഡൗണും, അതർവൈസ് മാർക്കറ്റ് പറന്നായിരിക്കും 208 ഇട്ട് പോണേ. പിന്നെ രണ്ടാമത്തെ കേസ് 202.50. അയ്യോ, വേറൊരു പ്രശ്നം കൂടെ പറ്റിയിട്ടുണ്ട്. പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അത് ഞാൻ നോക്കിയില്ല. അത് നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് പോയേനെ. കാരണം ഈ ഒരു ക്യാൻഡലിന് ഹൈയും അതേപോലെ 202 നമ്മൾ മനസ്സിൽ കണ്ടത്. പക്ഷെ നമ്മൾ എക്സിറ്റ് ചെയ്തത് ഒരു 1/2 പോയിൻ്റ് ഇടയ്ക്ക് വെച്ചിട്ട് എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിക്കും കൂടെ നടക്കട്ടെ. അപ്പോൾ ആദ്യം ഒരു ലോ വരണം. പക്ഷെ അവിടെ ഒരു മിച്ചം ഒരു പോയിൻ്റ് അവിടെ കിടപ്പുണ്ട്. നമ്മൾ എവിടെ എൻട്രി എടുത്താലും ആ എൻട്രിയിൽ നമ്മുടെ ലൈൻ ഒരു റിജക്ഷനായിട്ട് വരുന്നത് പൊതുവേ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടുവരുന്ന അതാണിപ്പോൾ അവിടെ സംഭവിക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 202 മാർക്കറ്റ് ടച്ച് ചെയ്യാനുണ്ടായിരുന്ന ടച്ച് ചെയ്തില്ല. അത് ടച്ച് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹോൾഡ് ചെയ്യണം കേട്ടോ. അതാണ് ഇടക്കിട്ട് വീണ്ടും ഒരു റീ എൻട്രി സാധാരണ എടുക്കുന്ന പോലെ എടുത്തത്.
അതങ്ങനെ വരുള്ളൂ. നമ്മൾ ഒരു വര വരച്ചിട്ടാലും നമ്മളൊരു എൻട്രി ലെവൽ എടുത്തിട്ടാലും ആ വര എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 200 202 നമ്മുടെ ടാർഗറ്റ്. അത് നേരത്തെ ആ ഒരു ടാർഗറ്റ് റീച്ച് ചെയ്യാത്ത കൊണ്ടാണ് വീണ്ടും നമുക്ക് ഒരു റീ എൻട്രി എടുക്കാനായിട്ടുള്ളൊരു തോന്നൽ അവിടെ വന്നത്. കിട്ടണമെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ദാറ്റ്സ് ഓൾ. നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ലെവൽ കിട്ടാത്തതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സമയം ചിലപ്പോൾ 3:30 ആകുമ്പോൾ കഴിഞ്ഞു പോയാൽ ചിലപ്പോൾ കയറില്ല. എന്നാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു ഒറ്റ ടിപ്പ് 202 അടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ. കിട്ടണേ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ഇത് ഓവർ ട്രേഡോ റിവെഞ്ച് ട്രേഡോ ഒന്നും അല്ല. നമ്മുടെ ടാർഗറ്റ് റീച്ച് ചെയ്യാത്തതുകൊണ്ട് അതിനു വേണ്ടി ഒന്നും കൂടെ നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. കാരണം അവിടെ നമ്മൾ ആ വരച്ചിട്ടേക്കുന്ന ലൈനിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആവണം. ഇരുന്നൂറ്റി ഒന്ന് എന്താണ് അങ്ങ് മുട്ടാത്ത? 202 എന്തുകൊണ്ട് മുട്ടുന്നില്ല? മൂന്നേ കാലാവുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ 202 മുട്ടണം, അല്ലെങ്കിൽ 201 ലോ ആണ് 3.25 ക്യാൻഡിൽ വരുന്നതെന്നുണ്ടെങ്കിൽ 202 ബ്രേക്ക് ചെയ്ത് 206 പോകും. ഇന്നലെ 3.25 ശേഷമാണ് വലിയ മൂവ്മെൻറ്റ് ഉണ്ടായത്. ഇന്ന് 3.25 ശേഷം വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് അറിയണമെങ്കിൽ 202 മുകളിൽ മാർക്കറ്റ് നിൽക്കണം. 3:13 2 മിനിറ്റ് കൂടെ ഉണ്ട്. ഒന്നെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ 202 ടച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ 3.25 ടച്ച് ചെയ്യണം. ഇരുന്നൂറ് 201 ഒരു ടിപ്പും കൂടെ. ഒരു പോയിന്റ് ബഫർ സോൺ ഇട്ടേക്കാം, കുഴപ്പമില്ല. സെൽ. അപ്പോൾ ആ ഡ്യൂട്ടി അവിടെ കഴിഞ്ഞു. ഒരു സോൺ ബഫർ സോൺ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അത് ആ രീതിക്ക് തന്നെ കിടക്കട്ടെ. ഇനി 3.25 ശേഷം 202 മാർക്കറ്റ് ഞാനിപ്പോൾ വിറ്റത് കാരണം 202 കഴിയുമ്പോൾ മാർക്കറ്റ് പറന്നായിരിക്കും 206 പോകണം കേട്ടോ. 3.25 ചിലപ്പോൾ ഒരു ലോ വരാം. 3.25 ക്യാൻഡിലിൽ ചിലപ്പോൾ ആദ്യം ഒരു ലോ വന്നിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു മുകളിലോട്ട് പോകണേ. അപ്പോൾ ആ ലോ എവിടം വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അത് നമുക്ക് നോക്കാം. ഒരു സോൺ വരച്ചു വെക്കാം, അതായിരിക്കും ബെറ്റർ. ഈ സോണിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ 3.25 ക്യാൻഡിൽ ഡൗൺ ആവുള്ളൂ. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി 202 206 ഇന്നലത്തെ പോലത്തെ മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ പറയണ്ട, വരണമെങ്കിൽ വരട്ടെ. സമയം 3:15. 3 മണിക്ക് ആദ്യം ഒരു ലോ ആണ് പൊതുവേ വരേണ്ടത്. ആ ലോ 192 വരെ വരുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അടിച്ച് ഒരൊറ്റടിക്ക് 202 205 പോയി ടച്ച് ചെയ്യുന്നത്. അപ്പോൾ 3.25 ക്യാൻഡിൽ ഒരു ലോ വരും എന്നുള്ളത് കണ്ടതുകൊണ്ടാണ് 202 എന്നുള്ള ഭാഗത്ത് 201 ഞാൻ ഒരു ബഫർ സോൺ ഇട്ടത്. അപ്പോൾ ആദ്യത്തെ ക്യാൻഡിലിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ലോ വരണം. ആ ലോ 192 വന്ന് ഹിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ 201 ബഫർ സോണിൽ ഇറങ്ങിയത്. അപ്പോൾ ട്രെയിൽ ചെയ്ത് വെച്ച ആൾക്കാരെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോട്ടെ. അതിനുശേഷം വേണമെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ പോരെ. 192 വന്ന് ഹിറ്റ് ചെയ്തു. അവിടെ നിന്ന് എന്താ 195 194 നമ്മൾ താഴത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു റെക്ടാങ്കിൾ ബോക്സും ബ്ലൂ ലൈനും വരച്ചു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 മിനിറ്റ് ഡൗൺ ആയിരിക്കും എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്തൊക്കെയാണ്? RSI റെഡിലേക്ക് കയറിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു റിജക്ഷൻ വരും. അപ്പോൾ ചില സമയത്ത് ഒരു പോയിൻ്റൊക്കെ വിട്ടു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി വെരി നെക്സ്റ്റ് ക്യാൻഡിൽ റെക്ടാങ്കിൾ ബോക്സിൻ്റെ താഴെ പോവാതെ തിരിച്ചു മുകളിലോട്ട് പോയാൽ വീണ്ടും മാർക്കറ്റ് സിയിലായിരിക്കും. എന്താണ് കറക്ഷൻ? അപ്പോൾ സിയിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നോക്കിയേ, ഈ ഭാഗത്തിന് അപ്പുറത്തേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള ഉദ്ദേശമില്ല, അതുകൊണ്ടാണ്. അതായത് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മൾ 201 തീരുമാനം എടുത്ത് ഇറങ്ങിയത് എത്ര നന്നായി. 3.25 ക്യാൻഡിൽ ആദ്യം ലോവിലേക്കാണ് വരുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ആ ബോക്സിന് താഴത്തോട്ട് പോയാൽ മാത്രമേ നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗൺ ആവുള്ളൂ, അല്ലാത്ത പക്ഷം മാർക്കറ്റ് മുകളിലോട്ടായിരിക്കും. കാരണം എന്താണ് അതിൻ്റെ റീസൺ? 3.5 ക്യാൻഡിലിൽ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല 3.5 ക്യാൻഡിൽ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയതിൻ്റെ റീസൺ. എല്ലാ കാര്യങ്ങളും ഓരോ ക്യാൻഡിൽ പറഞ്ഞു തരും, അത് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പ് ഫില്ല് ചെയ്തോ അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പുറത്തും ഫോളോ ചെയ്തിരിക്കുന്നത്. അത് രണ്ടെണ്ണത്തിലും വരുന്നതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് സിംഗിൾ ചാർട്ട് എടുത്താൽ അത് മനസ്സിലാവില്ല. രണ്ടെണ്ണത്തിലും വരുന്നതിൻ്റെ അർത്ഥം എന്താ? കൺസോൾട്ടേഷൻ ഏരിയ ആണ്. ഒരു പരിധി കൂടുതലൊന്നും മാർക്കറ്റ് പോവില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് സിയിലും ബിയിലൊക്കെ മാറി മാറി എടുക്കുന്നതിൻ്റെ റീസൺ. അപ്പോൾ 3.25 ക്യാൻഡിൽ ലോ വന്നിട്ടുണ്ട്. റെക്റ്റാങ്കിൾ ബോക്സിന് താഴത്തോട്ട് പോയാലേ ലോ ആവുള്ളൂ. നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലും ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഹൈയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫൈനലി 205 ടച്ച് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് 3:30 ആകുമ്പോൾ അറിയാൻ പറ്റും. അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ട് 1 മിനിറ്റ് കൂടെ ഉണ്ട്. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യാൻ. ആ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് കയറിപ്പോയാൽ 20 ഇപ്പോൾ 3.19 3.20 രണ്ട് ക്യാൻഡിലാണ്. രണ്ട് ക്യാൻഡിലും ഉണ്ട് 202 205 ഒക്കെ എത്തുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്ത ക്യാൻഡിലൊന്ന് ഓപ്പൺ ആയിട്ട് 32 സെക്കൻഡ് കൂടെ ഉണ്ട്. 4 3 2 1 അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ ആദ്യം ഒരു ലോ വരണം. ആദ്യം ഒരു ലോ വന്നിട്ടുണ്ട്. ഇനി തിരിച്ചത് കയറി മുകളിലോട്ട് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ അതെന്തായിരിക്കും? 203 പോകുന്നത്. രണ്ട് ക്യാൻഡിൽ ഫോം ചെയ്യാനുണ്ട്. 20 25 29 മണിയാകുമ്പോഴത്തേക്കും അത് തിരിച്ച് മുകളിൽ പോയി 203 ടച്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നൂറ്റി 94 കയറുമെങ്കിൽ കയറട്ടെ. ഇപ്പോൾ 194 194 195 ഏകദേശം 195 മുട്ടുവാണെങ്കിൽ 3.5 മുട്ടണം, അല്ലെങ്കിൽ 3.29 അറ്റ്ലീസ്റ്റ് 201 വരണം. 194 195 196 196.5 196.65 197 197.95 അതെന്ത് പരിപാടിയാണ്? 197 197 198 198 ഒരു തരം 198.50 198 198 198 4 പോയിന്റും കൂടെ ഉള്ളു. ജസ്റ്റ് 4 പോയിന്റ്സ് കൂടെ ഉള്ളൂ. $198 പോട്ടെ. 1 മിനിറ്റും 43 സെക്കൻഡ് കൂടെ ഉണ്ട് ഈ ഒരു ടൈം ഫ്രെയിം ക്ലോസ് ചെയ്യാൻ. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാനായിട്ടുണ്ട്, അതും കൂടെ കാണിച്ചേക്കാം. 3360 198 3500 ക്ലോസ് ചെയ്യുകയാണ്. 3776. ഓക്കെ, അത് ആ റിവേഴ്സിൽ നമ്മൾ എൻഡ് ഓഫ് ദ ബോട്ടത്തിൽ നിന്നാണ് അത് എടുത്തത്.
അപ്പോൾ അത് ഓൾറെഡി അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതായത് കറക്റ്റ് ഈ ക്യാൻഡിൽ ലോവിലേക്ക് വന്നു. ആ ലോവിലേക്ക് വന്നതിൻ്റെ അറ്റേ ബോട്ടത്തിൽ നിന്നാണ് നമ്മളൊരു എൻട്രി എടുത്തത്. കാരണം കിട്ടിയത് അത്ര കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് മാസീവായിട്ടൊന്നും കൂട്ടി വെച്ചിട്ടൊന്നും ചെയ്യാനില്ല. നമ്മുടെ ഡെയിലി റൊട്ടീൻ നന്നാക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാലാണ് 202 അപ്പോൾ പ്രീവിയസ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാനത് ഇറങ്ങിയത്. അപ്പോൾ സമയം 3:27 നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്യാൻഡിലെ ഹൈ ലെവലിൽ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാനവിടെ എക്സിറ്റ് ആയെന്ന് വെച്ചാൽ നാളെ ചിലപ്പോൾ ഒരു ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ 209 പോയി ടച്ച് ചെയ്യണേ. നമുക്ക് അവിടം വരെ കൊണ്ടുപോകണ്ട. എപ്പോഴും നമ്മൾ ബഫർ സോൺ ഇട്ടാണ്. അതായത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഈ ഒരു റെഡ് ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിലിൻ്റെ വിക്ക് 4 എണ്ണം ഈക്വലൻ്റ് ആയിട്ടാണ് റെസിസ്റ്റ് ചെയ്ത് വന്നിരിക്കണേ. അതുകൊണ്ടാണ് ഞാനവിടെ എക്സിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ 3:27 2 മിനിറ്റ് കൂടെ ഉണ്ട്. ചിലപ്പോൾ ഒരു ഒറ്റയടിക്ക് 201 ടച്ച് ചെയ്തേക്കാം. 3:29 3:30 ആകുമ്പോഴത്തേക്കും മാർക്കറ്റ് ചെന്ന് നിൽക്കുന്നതേ 201 അത് നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ആ സമയത്ത് നമുക്ക് എക്സിറ്റ് ആവാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിലും വലിയ ടെൻഷനാവും. ഇത്ര ലോട്ടൊക്കെ നമുക്ക് നാളത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ 200 പോയിൻ്റ് കിട്ടും, 500 പോയിൻ്റ് നാളെ ഗ്യാപ്പ് അപ്പ് കിട്ടുമെന്ന് പറഞ്ഞാലും കഴിഞ്ഞ 3 വർഷമായിട്ട് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്തേക്കണത് തന്നെ 10 താഴെ ഉള്ളൂ. അബദ്ധവശാലൊക്കെ പെട്ടുപോയിട്ടും അത്ര കോൺഫിഡൻറ്റോട് കൂടി ഹോൾഡ് ചെയ്തിട്ടൊക്കെ ഉള്ളൂ, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു എൻട്രി നേരത്തെ 3 മണിക്ക് എടുത്തു വെച്ചിട്ട് അത് ലോവിലേക്ക് വരും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. 3 മണിക്ക് സ്റ്റോപ്പ് ലോസ് കണ്ടിങ് വരും, അതിനുശേഷം റിവേഴ്സ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. അപ്പോൾ 3:28 2 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് അങ്ങ് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓരോ ടൈം ഫ്രെയിമും ക്ലോസ് ചെയ്തിട്ട് വേണം അടുത്തതിൽ എൻട്രീനെ പറ്റി ആലോചിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ 202 കറക്റ്റായിട്ട് ടച്ച് ചെയ്യേണ്ടതാണ്, പക്ഷേ അത് ടച്ച് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും ടച്ച് ചെയ്യുന്നത്. എനിവേ 26 മിനിറ്റ് ആയിട്ടുണ്ട് ലൈവ്, 3:29 ആയിട്ടുണ്ട്. സമയം ഏതാണ്ടൊക്കെ ഇനിയൊരു 10 സെക്കൻഡ് കൂടെ ഉള്ളൂ. അപ്പം നമ്മൾ അതിനു മുമ്പേ സ്വസ്ഥമായി, നമുക്ക് ആവറേജിങ് ഒരു റേഞ്ച് കിട്ടിയപ്പോൾ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 7 ലോട്ട് സിംഗിൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാൽ എവിടെയെങ്കിലും ഒരു 10 പോയിൻ്റ് കിട്ടുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ട് ആ 10 പോയിന്റിലേക്ക് നമുക്കൊരു പോയിന്റ് കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണ്. അത് സ്കാൽപ്പിംഗ് മോഡലൊക്കെയാണ്, പക്ഷെ കുറേ നേരം നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നാൽ കിട്ടും, കിട്ടായികയൊന്നുമില്ല. 3:29 ഇപ്പം മാർക്കറ്റ് 198 കറക്റ്റ് 3:30ക്ക് 202 ടച്ച് ചെയ്ത് മാർക്കറ്റ് അവസാനിപ്പിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. 3:29 തീർന്നോ? 200 3:30 അപ്പോൾ അവിടം വരെ എത്തിയില്ല, ഓൾമോസ്റ്റ് 200 മാർക്കറ്റ് തീർന്നിരിക്കണം. എന്തുകൊണ്ടാണ് ലോസ് വരുമ്പോൾ പേടിയില്ലാത്തതെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നാമത് എക്സ്പീരിയൻസ്, രണ്ടാമത് ആ ലോസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് തയ്യാറായി കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ ഒറ്റക്ക് ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു, ഒരു ആന കുത്താൻ വരികയാണ്, ആന കുത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്, നമ്മൾ ചാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നമ്മൾ മരിക്കാൻ തയ്യാറായിട്ട് അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും ദൈവം പ്രത്യക്ഷപ്പെട്ട് രക്ഷപ്പെടുത്തോ എന്നുള്ള പ്രതീക്ഷ അവിടെ ഇല്ല. പേടിച്ചിട്ട് കാര്യമില്ല, ധൈര്യത്തോടു അവിടെ നിൽക്കുക. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലോസ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയിരിക്കുക. ഒന്നെങ്കിൽ ലോസ്, ഇല്ലെങ്കിൽ ടാർഗറ്റ്. ആ മൈൻഡ് സെറ്റിൽ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറാനായിട്ട് പാടില്ല. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ലോസ് ആയിരിക്കണം. ഇപ്പോൾ ഒരു 7 ലോട്ടിൽ അല്ലെങ്കിൽ ഒരു ലോട്ടിൽ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 1500 ഒരെണ്ണത്തിൽ ലോസ് പൊക്കോട്ടെ, അടുത്തതിൽ ഒരു 1000 പൊക്കോട്ടെ, മൂന്നാമത്തിൽ ഒരു 1000 പൊക്കോട്ടെ, നാലാമത്തിൽ ഒരു 1500 പൊക്കോട്ടെ. അങ്ങനെ 4 തവണ ലോസ് കൺട്രോൾ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 4000 രൂപ 5000 രൂപ 6000 രൂപ ലോസേ വരുള്ളൂ. പക്ഷെ എവിടെന്നെങ്കിലും ഒന്ന് ക്ലച്ച് പിടിച്ചിട്ട് ഒരു 19 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ലോസ് പകുതിയായിട്ട് ചുരുക്കാം. പക്ഷെ എടുത്തത് മുഴുവൻ 7500 അല്ലെങ്കിൽ 15000 വരെ ലോസിലേക്ക് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ ഒരു സൈക്കിള് ചവിട്ടി, അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു സൈക്കിളിൽ കയറി, എൻ്റെ കയ്യിൽ കുറേ കല്ലുണ്ട്, അപ്പോൾ ഒരു മാവിൽ ചെന്നപ്പോൾ ഞാൻ എറിഞ്ഞു,
എനിക്ക് വീണില്ല. അപ്പോൾ എനിക്ക് 2 കല്ല് അവിടെ നഷ്ടം വന്നു. പിന്നെ ഞാൻ സൈക്കിളിൽ മുമ്പോട്ട് പോയി. എന്ന് വെച്ചാൽ ആ കല്ല് മുഴുവൻ ഞാൻ ആ മാവായിട്ട് തന്നെയല്ല എറിഞ്ഞേ. അപ്പോൾ സൈക്കിളിന് അടുത്ത സ്ഥലത്തേക്ക് പോയി, അടുത്ത മാവ് കണ്ടു, പോണ പോക്കിൽ 2 എറിഞ്ഞു, കിട്ടിയില്ല, 2 കല്ല് പോയി. അങ്ങനെ പോയി ചിലപ്പോൾ 4-ാമത്തെ 5-ാമത്തെ മാവിൽ എറിയുമ്പോഴായിരിക്കും കിട്ടുന്നത്. അപ്പോൾ സൈക്കിളിലെ യാത്ര അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുക. അല്ലാണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇന്ന് ചറപറ എറിയാൻ നോക്കിക്കഴിഞ്ഞാൽ കല്ല് മുഴുവൻ തീരത്തേ ഉള്ളൂ. ചിലപ്പോൾ അടുത്ത മാവിലായിരിക്കും നമ്മുടെ ഭാഗ്യം ഇരിക്കണതേ. ഏത് മാവിൽ നിന്നാണ് 5 മാവിൽ ഏത് മാവിൽ നിന്നാണ് നമുക്ക് കിട്ടാനുള്ള വിധിയെന്ന് ദൈവത്തിന് അറിയത്തുള്ളൂ. അപ്പോൾ ഒരു മാവിൽ തന്നെ നിന്നെറിഞ്ഞ് ഒരു മാവിൽ തന്നെ എറിഞ്ഞിട്ട് നമുക്ക് മാങ്ങ നേടിയേ പറ്റൂ എന്ന് പറയുന്ന വാശി അവിടെ തെറ്റാ. അപ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ച് നമുക്ക് കഴിവും വേണം, ഡിസിപ്ലിൻ വേണം, എല്ലാം വേണം. അതിനോടൊപ്പം തന്നെ ഈക്വലൻ്റ് ആയിട്ട് നമുക്കൊരു ഭാഗ്യം കൂടെ വേണം. അതുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിൽ സക്സസ് ആയി പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമുക്ക് നോളജ് ഉണ്ട്, ടെക്നിക്കൽ നോളജ് ഉണ്ട്. അത് എന്തായാലും ഈ സ്കില്ലിന് ഒരിക്കലും മൈനസായി പോകാൻ പോകുന്നില്ല. 3 വർഷം കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ആ ഒരു സാധനം ഒരാൾക്കും മരണം വരെ ആ എക്സ്പീരിയൻസ് സ്കില്ലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അത് ഒരിക്കലും താഴ്ത്തോട്ട് പോകുമ്പോഴുള്ള ഓരോ ദിവസവും കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്കില്ല് ഡെവലപ്മെൻറ്റ്. അത് ഏതൊരു മേഖലയിലാണെങ്കിലും അവരുടെ സ്കില്ല് ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ബോധ്യം നമ്മളിലുണ്ടാവുക, പ്രാക്ടീസ് ചെയ്യാൻ മുമ്പോട്ട് പോവുക, പേടിയൊക്കെ മാറിയിട്ട് ലോസ് കാണുമ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റും. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ഒരു ബാക്കപ്പ് വേണം. 10 ലക്ഷം രൂപ ഉണ്ടോ, 7 ലോട്ട് സുഖമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു 5 ലോട്ട് സുഖമായിട്ട് എടുക്കാം. അപ്പം നമുക്ക് മാസം എത്ര വേണം? 1000 രൂപ പണിക്കാശിൽ പണിയെടുത്തുകൊണ്ടിരുന്ന എനിക്ക് ഒരു ദിവസം 5000 രൂപ കിട്ടുവാണെങ്കിൽ അത് ബെറ്റർ ഓപ്ഷൻ അല്ലേ? പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടി, ഇതിൽ നിന്ന് എനിക്ക് 5 ലക്ഷം രൂപ ഉണ്ടാക്കണമെന്നുള്ള തോന്നൽ വരുമ്പോൾ അവിടെ കാര്യങ്ങൾ മാറി. നമുക്കൊരു മാസം ലയബിലിറ്റി തീർക്കാനും നമുക്ക് ലാവിഷായിട്ട് മുമ്പോട്ട് പോകാനും, ഞാൻ എല്ലാവരോടും എടുത്തെടുത്ത് പറയുന്ന പോലെ ഒരു ഹെൽത്ത് പ്ലാൻ, ഹെൽത്ത് ഇൻഷുറൻസ് അത് അർജൻറ്റാണ്. അങ്ങനത്തെ ഒരു സാധനം എടുക്കാനുള്ള ഫണ്ടും കൂടെ കയ്യിലുണ്ട് വെച്ചിട്ട് നമ്മളൊരു താരിഫ് പ്ലാൻ ചെയ്യുക. മാസാവസാനം പ്രോഫിറ്റിനെ പറ്റി ആലോചിക്കുക. ഇന്നത്തെ ചിലപ്പോൾ 5000 പോവും, ഇന്നത്തെ ഡെയിലി 5000 രൂപ ആണെന്നുള്ള എൻ്റെ കാൽക്കുലേഷൻ. മാസം 1 ലക്ഷം രൂപയാണ് നമ്മുടെ കാൽക്കുലേഷൻ. അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കിട്ടിയെന്നൊക്കെ ഇരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മൈൻഡ് പ്രിപ്പയർ ചെയ്യുക, പേടിയില്ലാതെ ട്രേഡ് എടുക്കുക. പേടിയുള്ള ആൾക്കാർക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂടാം. മിനിമം ഒരു 6 മാസമെങ്കിലും കൂട്ടത്തിൽ യാത്ര ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡും കൂടെ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.